ആമേൻ. കർത്താവേ, സ്തോത്രം. കർത്താവേ, എറീഹോ വഴിയരികിലിരുന്ന അന്ധനായ ഭിക്ഷക്കാരൻ തൻ്റെ ജീവിതത്തിന് ഇനി ഒരിക്കലും മാറ്റമുണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. അന്ധകാരം അവൻ്റെ ലോകമായിരുന്നു. യാചന അവൻ്റെ തൊഴിലായിരുന്നു. അവഗണന അവൻ്റെ നിത്യ അനുഭവമായിരുന്നു. അവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ അവന് കഴിഞ്ഞിരുന്നില്ല. അവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കാൻ ആരും അവനുണ്ടായിരുന്നില്ല. ജീവിത സഹനങ്ങളുടെ ബന്ധനത്തിലും നിസ്സഹായതയിലുമായിരിക്കുന്ന ആരെങ്കിലും കർത്താവെ അങ്ങയെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അവിടുന്ന് അവരുടെ അടുക്കൽ കാരുണ്യമായി, കരുണാമയനായി കടന്നു ചെന്നിരിക്കും. കർത്താവെ, ജീവിതത്തിൽ ചില വഴികൾ കണ്ണുനീരിൽ തുടങ്ങി കൃപയിൽ അവസാനിക്കുന്നതാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരും എന്നാണല്ലോ തിരുവചനം നൽകുന്ന പ്രത്യാശ. തെരുവിലെ ആ അന്ധനു വേണ്ടി മാത്രമാണ് അന്ന് അവിടുന്ന് എറീഹോയുടെ വഴിയിലൂടെ മനഃപൂർവ്വം നടന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ആരവം എന്താണെന്ന് ആ അന്ധൻ തിരക്കിയപ്പോൾ അവനൊരു സന്തോഷ വാർത്ത കേട്ടു. നസ്രായനായ യേശു കടന്നു പോകുന്നു. അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ തുടക്കം. കർത്താവെ, പലപ്പോഴും അവിടുന്ന് പലരുടെയും ജീവിതം മാറ്റുന്നത് ഒരു വാർത്തയിലൂടെ, ഒരു വചനത്തിലൂടെ, ഒരു സാക്ഷ്യത്തിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടലിലൂടെ ഒക്കെയാണ്. അവൻ അങ്ങയെക്കുറിച്ച് കേട്ടത് വിശ്വസിച്ചു, വിശ്വസിച്ചത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ചുറ്റുമുള്ളവർ അവനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞ സത്യം പറയാതിരിക്കുമോ, അതോ കൂടുതൽ ഉറക്കെ വിളിച്ചു പറയുമോ എന്നറിയാനുള്ള പരീക്ഷണമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിലെ എതിർപ്പുകളും തടസ്സങ്ങളുമൊക്കെ. അന്ധനായ മനുഷ്യൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു. വാസ്തവത്തിൽ അത് വിശ്വാസത്തിൻ്റെ ഒരു ആർപ്പുവിളിയായിരുന്നു. ആരവങ്ങൾക്കിടയിൽ, ജനസഹസ്രങ്ങളുടെ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ, കർത്താവെ, അങ്ങ് ആ നിലവിളി കേട്ടു. കണ്ണുനീരിൽ കൈവിടാത്ത അവിടുന്ന് നിശബ്ദനായി അവിടെ നിന്നു. ജനക്കൂട്ടമല്ല, അധികാരികളല്ല, വഴിയരികിലെ ആരും ശ്രദ്ധിക്കാത്ത ഒരു യാചകന്റെ വിശ്വാസമാണ്, നിലവിളിയാണ് അങ്ങയെ നിശ്ചലനാക്കിയത്. എത്ര അത്ഭുതമാണ്! ഞങ്ങൾ ഏകാന്തതയിൽ
അരിഷ്ടതയിൽ ആരുമല്ലാത്തവരായി കരയുമ്പോൾ സ്വർഗം ചായിച്ചിറങ്ങി വന്ന് ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, അങ്ങയ്ക്ക് 1000 സ്തോത്രം. കർത്താവേ, അങ്ങ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? കർത്താവിന് അറിയാമായിരുന്നു അവൻ എന്താണ് ആവശ്യമെന്ന്. എന്തിനാണ് കർത്താവേ അത് ചോദിച്ചത്? ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്നവനാണ്. എങ്കിലും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മുടെ വാക്കുകളിലൂടെ വിശ്വാസത്തോടെ പറയുന്നത് കേൾക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം. അന്ധനായ മനുഷ്യൻ വിനയപൂർവം അങ്ങയോട് പറഞ്ഞു. അപ്പോൾ കർത്താവേ, അവിടുന്ന് പറഞ്ഞു, കാഴ്ച പ്രാപിക്ക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിമിഷനേരം കൊണ്ട് അന്ധൻ കാഴ്ചയുള്ളവനായി. എന്നാൽ അതിനേക്കാൾ ഒരു വലിയ അത്ഭുതം കൂടി അവിടെ നടന്നു. വഴിയരികിലെ യാചകൻ വഴിയിലെ കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നു. അന്ധകാര ലോകത്തിലെ അനാഥൻ കർത്താവിൻ്റെ അനുഗാമിയായി. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ജനങ്ങൾക്ക് ഭാരമായിരുന്നവൻ ജനങ്ങൾക്കിടയിൽ അനുഗ്രഹ വിഷയമായി. അതാണ് സാധ്യതകളുടെ തമ്പുരാനായ അങ്ങയുടെ കരുതലും സ്നേഹവും. കർത്താവെ, അവിടുന്ന് അരിഷ്ടതയെ ശ്രേഷ്ഠതയാക്കി മാറ്റുന്നു. കണ്ണുനീരിനെ സാക്ഷ്യമാക്കുന്നു. പരാജയപ്പെട്ടവരെ നിയോഗങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തുന്നു. തെരുവിനെ ശിഷ്യത്വത്തിൻ്റെ പാതയാക്കി മാറ്റുന്നു. ഇന്നും കർത്താവെ, ഞങ്ങൾക്കിടയിലൂടെ അങ്ങ് കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രതികരണം സമ്മിശ്രമാണ്. ചിലർ മാത്രം അവിടുത്തെ ശബ്ദം കേൾക്കുന്നു. മറ്റുള്ളവർ ആത്മീയ ആരവങ്ങളുടെ തിരക്കിലാണ്. അനേകർ ജനക്കൂട്ടത്തിൻ്റെ ശാസനയും പരിഹാസവും കേട്ട് മിണ്ടാതിരിക്കുന്നവരാണ്. കർത്താവെ, ആ തെരുവിലെ കുരുടനെ പോലെ വീഴ്ചയിലും നിസ്സഹായതയിലും പ്രതിസന്ധികളിലും യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ വിളിക്കുവാനുള്ള പ്രത്യാശയും ധൈര്യവും അവകാശബോധവുമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. ആ വിളി ഇന്നും അങ്ങയുടെ ഹൃദയത്തെ സ്പർശിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. ആമേൻ. കർത്താവേ, സ്തോത്രം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.